ഹായ്, 5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1950 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും ആ വീടിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം എത്ര വരും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹരി അനുഗ്രാസിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എന്ന ജില്ലയിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ വീടിന്റെ പ്ലാനും 3D പ്ലാനൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം ഇതിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 252 172 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 350 320 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ് വരുന്നത്. 350 430 സെന്റിമീറ്റർ എന്ന അളവിൽ ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 350 340 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 350 330 എന്നാണ് ബെഡ്റൂമിന്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ ആണ്. 655 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 350 340 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ബാൽക്കണി എന്നിങ്ങനെ കാണാവുന്നതാണ്. വീടിന്റെ പ്ലാനും ഡിസൈനുകളൊക്കെ കണ്ടല്ലോ. നമുക്ക് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഇതിൽ പറയുന്നത് ഏറ്റവും ബജറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ എർത്ത് വർക്ക് 22,000 രൂപയോളം വരുന്നുണ്ട്. അടുത്തത് കരിങ്കല്ലിന്റെ വർക്ക് 2,21,000 രൂപയാണ് ഇതിന് ഏകദേശം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ബെൽറ്റ് കോൺക്രീറ്റ് 1,43,000 രൂപയിൽ വരും. ബെൽറ്റ് കോൺക്രീറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് 3,87,000 രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വരുന്ന എർത്ത് ഫില്ലിംഗ് 77,000. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഒഴിവാക്കാവുന്നതാണ്. PCC ഫ്ലോറിംഗ് 70,000 രൂപ വരുന്നുണ്ട്. ബ്രിക്ക് വർക്ക് 5,53,000 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 2,16,000. റൂഫ് സ്ലാബ് 5,28,000. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ 18,34,000 രൂപ നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വരുന്ന പ്ലാസ്റ്ററിങ് 3,86,000. പെയിന്റിങ് 3 ലക്ഷം. ടൈൽ വർക്ക് 3,85,000. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 3,47,000. ഡോർസ് ആൻഡ് വിൻഡോസ് 3,60,000. പിന്നീട് ഒരു 1.5 ലക്ഷം രൂപയോളം മറ്റ് ഡിസൈൻ വർക്കുകൾക്കും മറ്റ് ചെലവുകളൊക്കെ ആയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകെ 37,71,000 രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 2,031 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയാലും നിർമ്മാണ ചെലവായാലും നമ്മൾ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, അതുപോലെ നമ്മുടെ ലൊക്കേഷൻ, സൈറ്റ് കണ്ടീഷൻ, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് നിർമ്മാണ ചെലവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.